കഴിഞ്ഞ വീഡിയോയിൽ വാട്ടർ കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്ത ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്, സെക്കൻഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സോ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആസ് പെർ IS 2720 പാർട്ട് 3 സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ 4 മെത്തേഡ്സ് ആണുള്ളത്. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, പൈക്രോമീറ്റർ മെത്തേഡ്, മെഷറിംഗ് ഫ്ലാസ്ക്, അതുപോലെ ഗ്യാസ് അല്ല ഗ്ലാസ് ജാർ മെത്തേഡ്. ഈ 4 മെത്തേഡ്സുമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ളത്. ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. സോ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ ചെയ്തപ്പോൾ ഉള്ള പൈക്രോമീറ്റർ മെത്തേഡ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് ഇവിടെ ചെയ്യുന്നത്. എം ടി കണ്ടെയ്നർ നമ്മൾ W1, എം ടി കണ്ടെയ്നറിൻ്റെ വെയിറ്റ് നമ്മൾ W1 ആയിട്ട് എടുക്കും. അതുപോലെ എം ടി കണ്ടെയ്നറിൽ മോയ്സ്ചർ കണ്ടൻറ്റില്ല ഡ്രൈ സോയിൽ എടുക്കും. ഒരു ഹാഫ് എമൗണ്ട് ഓഫ് ഡ്രൈ സോയിൽ എടുക്കും. അതിൻ്റെ വെയിറ്റ് W2ഉം ഇതിലോട്ട് വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ അത് W3ഉം ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ വാട്ടർ മാത്രമായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള വെയിറ്റ് W4ഉമായിട്ട് എടുക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഗാമ S ഡിവൈഡഡ് ബൈ ഗാമ W. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് വെച്ച് ചെയ്യുമ്പോൾ W2 minus W1 divided by W4 minus W1 divided by W3 minus W2 എന്ന് കിട്ടും. സിംപ്ലി W2 minus W1 divided by W2 minus W1 minus W3 minus W4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് അടുത്ത തേർഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി ഏതാണെന്ന് നോക്കാം. തേർഡ് ഇൻഡെക്സ് പ്രോപ്പർട്ടി ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡ്രൈ സീവ് അനാലിസിസ്. ഡ്രൈ സീവ് അനാലിസിസിനെ ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ വെറ്റ് സീവ് അനാലിസിസ് ആൻഡ് ദി തേർഡ് വൺ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്. നമുക്ക് അതിൽ ഫസ്റ്റ് ഡ്രൈ സീവ് അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. 75 മൈക്രോൺ ടു 80 mm വരുന്ന ഗ്രെയിൻസ് ആണ് ഡ്രൈ സീവ് അനാലിസിസിൽ അനലൈസ് ചെയ്യുന്നത്. സോ ഡ്രൈ സീവ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് സെമിലോഗ്രാഫിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിസിലെ പാർട്ടിക്കിൾ സൈസും വൈ ആക്സിസിലെ പെർസെൻറ്റേജ് ഫൈനറുമാണ് കൊടുക്കുന്നത്. സോ നമുക്കൊരു സ്മൂത്ത് കർവ് ആയിരിക്കും വെൽ ഗ്രേഡഡ് ഗ്രാഫിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. എല്ലാ ഗ്രെയിൻ സൈസും നമുക്ക് ഈ ഗ്രാഫിൽ കാണാനും പറ്റും. സോ നെക്സ്റ്റ് യൂണിഫോംലി ഗ്രേഡഡ് ഗ്രാഫ്. യൂണിഫോംലി ഗ്രേഡഡ് സോയിലിൻ്റെ ഗ്രാഫാണ് സെക്കൻഡ് വൺ. ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഗ്യാപ്പ് ഓർ സ്കിപ്പ് ഗ്രേഡഡ് സോയിൽ. ഗ്യാപ്പ് അല്ലെങ്കിൽ സ്കിപ്പ് ഗ്രേഡഡ് സോയിൽ. ഇതിൽ സം പാർട്ടിക്കിൾ സൈസ് മിസ്സിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചില പാർട്ടിക്കിൾ സൈസ് ഇവിടെ മിസ്സിങ് ആയിരിക്കും. സോ ഗ്യാപ്പ് ആൻഡ് യൂണിഫോം ഗ്രേഡഡ് സോയിൽ ഈസ് ഓൾസോ കോൾഡ് പുവർ ഗ്രേഡഡ്. നമുക്കിനി D10, D30, D60 വാല്യൂസ് കണ്ടുപിടിക്കണം. അതിൽ D ഡിനോട്ട് ചെയ്യുന്നത് ഡയമീറ്ററിനെയാണ്. D10 എന്ന് പറയുമ്പോൾ 10% ഓഫ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ D10 എന്നാണ്. അതുപോലെ D30 എന്ന് പറയുമ്പോൾ 30% ഓഫ് പാർട്ടിക്കിൾ വിൽ ബി ലെസ് ദാൻ D30 ആൻഡ് D60 60% ഓഫ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ D60 എന്നാണ്. D10 നമ്മൾ എഫക്റ്റീവ് പാർട്ടിക്കിൾ സൈസ് ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് നമ്മൾ D10 ഈസ് യൂസ്ഡ് ഫോർ ദി ഡിസൈൻ ഓഫ് ഫിൽറ്റേഴ്സിൻ്റെയൊക്കെ ഡിസൈന് നമ്മൾ D10 യൂസ് ചെയ്യും. സോ അത് എഫക്റ്റീവ് സൈസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കും. സോ കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി കണ്ടുപിടിക്കാൻ CU ഈസ് ഈക്വൽ ടു D60 ബൈ D10. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുന്ന ഫോർമുല CC ഈസ് ഈക്വൽ ടു D30 സ്ക്വയർ ഡിവൈഡഡ് ബൈ D60 ഇൻറ്റു D10. This is also called coefficient of gradation. So uniformly graded soil ആണെങ്കിൽ CU value will be equal to 1 to in between 1 and 2. Well graded gravel ആണെങ്കിൽ CU greater than 4. Well graded sand ആണെങ്കിൽ CU greater than 6 and well graded soil ആണെങ്കിൽ CU will be equal to will be between 1 to 3 ആയിരിക്കും. സോ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വെറ്റ് സീവ് അനാലിസിസ് ആണ്. വെറ്റ് സീവ് അനാലിസിസിൻ്റെ അകത്ത് പിപ്പറ്റ് മെത്തേഡും ഹൈഡ്രോമീറ്റർ മെത്തേഡും ഉണ്ട്. പിപ്പറ്റ് മെത്തേഡാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. സോ ഹൈഡ്രോമീറ്റർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം.
ഹൈഡ്രോമീറ്റർ മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോയുടെ ബേസിസിലാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്സ് ലോ എന്താണെന്ന് വെച്ചാൽ ദ വെലോസിറ്റി അറ്റ് വിച്ച് ഗ്രെയിൻ സെറ്റിൽ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഷേപ്പ്, വെയ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദി ഗ്രെയിൻ എന്നാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. അതായത് ദ കോസർ പാർട്ടിക്കിൾ സെറ്റിൽ മോർ ക്വിക്ക്ലി ദാൻ ഫൈനർ വൺസ്. അതാണ് സ്റ്റോക്സ് ലോ പറയുന്നത്. സോ അസംഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ലാമിനാർ ഫ്ലോ ആയിരിക്കും. പാർട്ടിക്കിൾ സൈസ് വിൽ ബി ബിറ്റ്വീൻ 2 മൈക്രോൺ ടു 0.2 mm ആയിരിക്കും. സോ ലെസ് ദാൻ 2 മൈക്രോൺ ആണെങ്കിൽ ബ്രൗണിയൻ മോഷൻ ആൻഡ് ഗ്രേറ്റർ ദാൻ 0.2 mm ആണെങ്കിൽ അത് ടർബുലൻ്റ് ആയിരിക്കും. Then the velocity is termed as terminal velocity or settling velocity. So Vs equal to velocity equation Vs equal to gamma w into g minus 1 into d square divided by 18 mu. സോ മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഡി ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഇൻ മീറ്റർ. ഗാമ ഡബ്ല്യു നമുക്കറിയാം യൂണിറ്റ് വെയിറ്റ് ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണത്. ഇക്വേഷൻ നമുക്ക് വി എസ് ഇസ് ഈക്വൽ ടു ഗാമ എസ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 mu. എപ്രോക്സിമേറ്റ്ലി വി എസ് എപ്പോഴും വി എസ് എപ്പോഴും 900 ഡി സ്ക്വയർ എന്ന് കൊടുക്കാം. വേർ ഡി ഇൻ എമ്മിലായിരിക്കും കൊടുക്കേണ്ടത്. സോ 900 ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് വി എസിൻ്റെ വാല്യൂ കിട്ടും. സോ നമുക്കിനി കറക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ 3 കറക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മെനിസ്കസ് കറക്ഷൻ, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ കറക്ഷൻ, തേർഡ് വൺ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് കറക്ഷൻ. മെനിസ്കസ് കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മഡി വാട്ടർ ആയിരിക്കുമ്പം സൊല്യൂഷൻ ഒപ്പേക്ക് ആയിരിക്കും. സോ നമുക്ക് ഹൈഡ്രോമീറ്റർ റീഡിങ് സംടൈംസ് വേരി ചെയ്യും. സോ അവിടെ നമ്മൾ മെനിസ്കസ് കറക്ഷൻ കൊടുക്കണം. മെനിസ്കസ് കറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുമ്പം ടെമ്പറേച്ചർ ഈസ് കാലിബ്രേറ്റഡ് അറ്റ് 27 degrees Celsius. ഇഫ് ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ 27 degrees Celsius കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 27 degrees Celsius ആണെങ്കിൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അവിടെ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് കറക്ഷനാണ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ് കറക്ഷൻ അല്ലെങ്കിൽ ഡിഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ് കറക്ഷൻ. ഈ കറക്ഷൻ കിട്ടുന്നത് ബൈ ഡിഫറൻസ് ഓഫ് വിത്ത് ആൻഡ് വിത്തൗട്ട് ആഡിങ് ഡിഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്സ്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഡിഫ്ലോക്കുലേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം ഹെക്സാമെറ്റാഫോസ്ഫേറ്റും സോഡിയം കാർബണേറ്റും ആണ്. സോ നമുക്ക് കറക്റ്റഡ് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആർ സി കറക്റ്റഡ് ഹൈഡ്രോമീറ്റർ റീഡിംഗ് ഈക്വൽ ടു RH hydrometer reading plus CM meniscus correction plus or minus CT temperature correction minus CD deflocculating agent correction. So next property density index ആണ്, which is also called relative density or degree of density. So relative density എന്താണെന്ന് വെച്ചാൽ the degree of denseness or looseness of a coarse grained soil can be measured in terms of their relative density. So അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ID is equal to E max minus E. E എന്ന് പറയുമ്പോൾ E natural ആണ്, divided by E maximum minus E minimum into 100. E maximum എന്ന് പറയുമ്പോൾ maximum void ratio in loosest state-ഉം E minimum എന്ന് പറയുമ്പോൾ മിനിമം വോയിഡ് റേഷ്യോ അറ്റ് ഡെൻസസ്റ്റ് സ്റ്റേറ്റും ആണ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെസ് ദാൻ 15 ആണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 15 ആണെങ്കിൽ അത് വെരി ലൂസ് സോയിലായിരിക്കും. 15 to 35 ആണെങ്കിൽ അത് ലൂസ് സോയിലായിരിക്കും. അതുപോലെ 35 to 65 ആണെങ്കിൽ അത് മീഡിയം ഡെൻസ് ഓയിലും, 65 to 85 ആണെങ്കിൽ അത് ഡെൻസ് ഓയിലും, 85 to 100 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 85 ആണെങ്കിൽ അത് വെരി ഡെൻസ് സോയിലും. റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് ഗാമയുടെ ടേംസിൽ എഴുതുകയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ID ഈസ് ഈക്വൽ ടു 1 by ഗാമ ഡി മിനിമം മൈനസ് 1 by ഗാമ ഡി ഡിവൈഡഡ് ബൈ 1 by ഗാമ ഡി മിനിമം മൈനസ് 1 by ഗാമ ഡി മാക്സിമം. സോ അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോപ്പർട്ടി കൺസിസ്റ്റൻസി ലിമിറ്റ് ആണ്. പ്രോപ്പർട്ടി ഓഫ് കൺസിസ്റ്റൻസി ഈസ് റിലേറ്റഡ് ടു ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. സോ കൺസിസ്റ്റൻസി ലിമിറ്റിൻ്റെ ഗ്രാഫ് ഇവിടെ
കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വാട്ടർ കണ്ടൻറ്റും വൈ ആക്സിസിൽ വോളിയവുമാണ്, അതായത് വോളിയം ഓഫ് സോയിൽ മാസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാകുന്നത് വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ വോളിയം ഇവിടെ കുറയുന്നില്ല. സോ ബട്ട് റിമെയിൻസ് ദി സെയിം ആൻഡ് ദിസ് ബൗണ്ടറി വാട്ടർ കണ്ടൻറ്റ് ഈസ് കോൾഡ് ഷ്രിങ്കേജ് ലിമിറ്റ്. അതാണ് SL എന്ന് കൊടുത്തിട്ടുള്ളത്. സോ അതുവരെ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും, അത് കഴിയുമ്പോൾ സെമി സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. അത് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആയിരിക്കും. പ്ലാസ്റ്റിക് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള ലിമിറ്റിനെയാണ്, അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ ബൗണ്ടറിയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. When fine grained soil is mixed with large quantity of water, the resulting suspension is in liquid state and the stress strength will be equal to 0. So shrinkage limit ആകുമ്പോൾ അവിടെ degree of saturation 1 ആയിരിക്കും. So according to laboratory definition, atomic limits എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. First, liquid limit. It is defined as a water content at which a groove cut in soil using a grooving tool in Casagrande apparatus will flow together under the impact of 25 blows. So Casagrande apparatus വച്ചിട്ടാണ് നമ്മൾ ലബോറട്ടറി ടെസ്റ്റ് നടത്തുന്നത്. ലിക്വിഡ് ലിമിറ്റിൻ്റെ ലബോറട്ടറി ടെസ്റ്റ് നടത്തുന്നത് കാസഗ്രാൻഡെ അപ്പാരറ്റസ് വെച്ചിട്ടാണ്. സോ ഇതാണ് ഫ്ലോ കർവ്. എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ബ്ലോസും വൈ ആക്സിസിൽ വാട്ടർ കണ്ടൻറ്റുമാണ് കൊടുക്കുന്നത്. മിനിമം വാട്ടർ കണ്ടൻറ്റ് ആകുമ്പോൾ പ്ലാസ്റ്റിക് ലിമിറ്റിലോട്ട് സോയിൽ പോകും. സോ നെക്സ്റ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് എ സോയിൽ വിൽ ബിഗിൻ ടു ക്രംബിൾ വെൻ റോൾഡ് ഇൻ ടു എ ത്രെഡ് ഓഫ് 3 mm ഡയമീറ്റർ. സോ സോയിലിനെ തിൻ ത്രെഡാക്കി, അതായത് 3 mm ഡയമീറ്റർ റോൾസ് ആക്കിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. സോ അതുപോലെ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ it is a water content at which a decrease in moisture doesn't cause any decrease in volume. സോ അവിടെ മിനിമം വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കും. ഷ്രിങ്കേജ് ഈക്വൽ ടു 0 ആയിരിക്കും, ഷ്രിങ്കേജ് ഈക്വൽ ടു 1 ആയിരിക്കും. ഷ്രിങ്കേജ് ലിമിറ്റിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് റെഡ്യൂസ് ഡസ് നോട്ട് കോസ് എനി വോളിയം ചേഞ്ച്. ഷ്രിങ്കേജ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ലബോറട്ടറി ടെസ്റ്റാണ് മെർക്കുറി ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. സോ ഇവിടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. IP ഈസ് ഈക്വൽ ടു WL മൈനസ് WP, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇഫ് WP ഗ്രേറ്റർ ദാൻ WL ദെൻ IP ഈസ് ഈക്വൽ ടു 0. സോ IP വാല്യൂസ് വെച്ചിട്ട് സോയിലിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. IP വാല്യൂ 0 ആണെങ്കിൽ സോയിൽ നോൺ പ്ലാസ്റ്റിക് സോയിൽ ആയിരിക്കും. ലെസ് ദാൻ 7 ആണെങ്കിൽ ലോ പ്ലാസ്റ്റിക് ആയിരിക്കും. 7 to 17 ആണെങ്കിൽ മീഡിയം പ്ലാസ്റ്റിക്കും. ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ ഹൈ പ്ലാസ്റ്റിക് സോയിൽ ആയിരിക്കും. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നിയർനെസ് ഓഫ് വാട്ടർ കണ്ടൻറ്റ് ടു ലിക്വിഡ് ലിമിറ്റ് ആണ്. അതായത് IL ഈസ് ഈക്വൽ ടു W മൈനസ് WP ഡിവൈഡഡ് ബൈ IP. W എന്ന് പറയുമ്പോൾ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ആണ്. അറ്റ് WL IL ഈക്വൽ ടു 100, അറ്റ് WP IL ഈസ് ഈക്വൽ ടു 0. വെൻ W ലെസ് ദാൻ WP ഹോൺ സ്റ്റേറ്റ് എന്ന് പറയും. സോ ഇൻ കൺസിസ്റ്റൻസി ഇൻഡെക്സിൽ നിയർനെസ് ടു പ്ലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും. അത് IC ഈസ് ഈക്വൽ ടു WL മൈനസ് W ബൈ IP. അറ്റ് WL IC ഈസ് ഈക്വൽ ടു 0, അറ്റ് WP IC ഈക്വൽ ടു 100. WL ലെസ് ദാൻ W ആണെങ്കിൽ അവിടെ ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. കൺസിസ്റ്റൻസി ഇൻഡെക്സിൻ്റെയും ലിക്വിഡിറ്റി ഇൻഡെക്സും സോയിൽ സ്റ്റേറ്റിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ്, ഫ്ലോ ഇൻഡെക്സ്. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫ്ലോ കർവിൻ്റെ സ്ലോപ്പിനെയാണ് ഫ്ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഫ്ലോ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ log to the base 10 N2 ഡിവൈഡഡ് ബൈ N1. ഇവിടെ ഷിയർ സ്ട്രെങ്ത് ഈസ് ഹയർ ഫോർ ഫ്ലാറ്റഡ് കർവ് ഫ്ലാറ്റ് ആകുമ്പോൾ ഇവിടെ ഷിയർ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ ടഫ്നെസ് ഇൻഡെക്സ് IT ഈസ് ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ IF. IF എന്ന് പറഞ്ഞാൽ ഫ്ലോ ഇൻഡെക്സ് വിച്ച് ഈസ് 0 ലെസ് ദാൻ IT ലെസ് ദാൻ 3. നെക്സ്റ്റ് വൺ ഈസ് shrinkage index. IS is equal to WP minus WS.
which is in semi-solid state. ഇനി നമുക്ക് shrinkage parameters എന്തൊക്കെയാണെന്ന് നോക്കാം. First one is shrinkage ratio. Shrinkage ratio is equal to V2 minus V1 by Vd divided by W2 minus W1. Ws is equal to 1 by Sr minus 1 by G. ഇതാണ് shrinkage ratio. Volumetric shrinkage എന്ന് പറയുമ്പോൾ Vs ആണ്. So Vs is equal to V1 minus Vd divided by D into 100. ഈ ഗ്രാഫിൽ നിന്ന് V1ൻ്റെയും Vdയുടെയൊക്കെ വാല്യൂ കിട്ടും. സോ അത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക നമുക്ക് വോളിമെട്രിക് ഷ്രിങ്കേജിൻ്റെ വാല്യൂ കിട്ടും. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിഗ്രി ഓഫ് ഷ്രിങ്കേജ്. ഡിഗ്രി ഓഫ് ഷ്രിങ്കേജ് ഈസ് SR which is equal to V1 minus Vd divided by V1 into 100. സോ ഷ്രിങ്കേജ് ഇൻഡെക്സും ഷ്രിങ്കേജ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ ഈസ് linear shrinkage. LS is equal to initial length minus final length divided by initial length. So LS in the equation, LS is equal to 100 into 1 minus 100 by Vs plus 100 the whole raised to 1 by 3. Vs എന്ന് വെച്ചാൽ volumetric shrinkage. So next property എന്ന് പറയുന്നത് in situ density ആണ്. ഹാർഡ് ഗ്രേവലി ടൈപ്പ് സോയിൽ ആണെങ്കിൽ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ആയിരിക്കും അവിടെ ചെയ്യുന്നത് ആസ് പെർ IS 2720 പാർട്ട് 28. വെരി സോഫ്റ്റ് ടൈപ്പ് സോയിൽ ആണെങ്കിൽ അവിടെ കോക്കട്ട മെത്തേഡ് ആയിരിക്കും ചെയ്യുന്നത് ആസ് പെർ IS 2720 പാർട്ട് 29. കോസി ടൈപ്പ് സോയിൽ ആണെങ്കിൽ വാട്ടർ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ആസ് പെർ IS 2720 പാർട്ട് 33. കോമ്പാക്റ്റഡ് സോയിൽ ആണെങ്കിൽ റബ്ബർ ബലൂൺ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ആസ് പെർ IS 2720 പാർട്ട് 34. സോ ഇനി നമുക്ക് ആക്ടിവിറ്റി ഓഫ് ക്ലേ എന്താണെന്ന് നോക്കാം. സിംപ്ലി നമുക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ടു പെർസെൻറ്റേജ് ക്ലേ ഫ്രാക്ഷൻ ആൻഡ് ഡിനോട്ട്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അതായത് A ഈസ് ഈക്വൽ ടു IP ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ക്ലേ ഫ്രാക്ഷൻ. And according to activity, the soil are classified as inactive when A less than 0.75, normally active when A is between 0.75 and 1.25, and active when A greater than 1.25. ഇനി നമുക്ക് തിക്സോട്രോഫി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. തിക്സോട്രോഫി എന്ന് പറഞ്ഞാൽ if a remolded soil is allowed to stand without loss of water, it may regain some of its lost strength. അതായത് this gain in strength of soil with passage of time after it has been remolded is called thixotrophy. ആ പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അൺഡിസ്ട്രിബ്യൂട്ടഡ് സോയിൽ മാസ് അവിടെ ലോഡ് കൊടുക്കുന്നു, ദെൻ ടൈം, ദെൻ റീഗെയിനിങ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് കോൺസ്റ്റൻറ്റ് വാട്ടർ കണ്ടൻറ്റ്. സോ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. നാച്ചുറൽ സ്റ്റേറ്റിനുള്ള, അതായത് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഒക്കറൻസിൽ സോയിലിനൊരു സെർട്ടൈൻ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സോയിൽ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഇത് റീമോൾഡായിട്ട് ഇതിൻ്റെ എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവും. സോ സെൻസിറ്റിവിറ്റി ഇൻഡിക്കേറ്റ്സ് ദി വീക്കനിങ് ഡ്യൂ ടു റീമോൾഡിങ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് അൺഡിസ്റ്റർബ്ഡ് സ്ട്രെങ്ത് ടു ദി റീമോൾഡഡ് സ്ട്രെങ്ത് അറ്റ് ദി സെയിം വാട്ടർ കണ്ടന്റ്. ST is equal to undisturbed divided by remolded clay. സോ സെൻസിറ്റിവിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെൻസിറ്റിവിറ്റി 1 ആണെങ്കിൽ ഇൻസെൻസിറ്റീവ് ആയിരിക്കും സോയിൽ, 2 to 5 ആണെങ്കിൽ ലെസ് സെൻസിറ്റീവും, 4 to 8 ആണെങ്കിൽ സെൻസിറ്റീവും, 8 to 16 ആണെങ്കിൽ മോർ സെൻസിറ്റീവും, ഗ്രേറ്റർ ദാൻ 16 ആണെങ്കിൽ അത് ക്വിക്ക് സോയിലും ആയിരിക്കും.